ട്രെയിലർ കണ്ടിട്ട് കുറേ ആളുകൾ ചോദിക്കുന്നത് ഇത് ശരിക്കും നിങ്ങൾ സി ജിയിലാണോ ചെയ്തത് അതോ റിയൽ ആയിട്ടാണോ ചെയ്തത്? അപ്പോൾ നമുക്ക് സി ജിക്കൊന്നും ഉള്ള പ്രൊഡക്ഷൻ വാല്യൂയോ അങ്ങനൊന്നും ഇല്ല. നിങ്ങൾ പ്രേക്ഷകർ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ ക്യൂരിയോസിറ്റി ആണ് എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും തോന്നിയത്. ബിക്കോസ് എങ്ങനെ ഡയറക്ടർ ഇതെങ്ങനെ പുൾ ഓഫ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഇത് സ്ക്രീൻ പ്ലേ കൊണ്ടുവരും എന്നുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു. എപ്പോഴും നമ്മൾ ഒരു ആക്ടറിന്റെ ഒരു പ്രതീക്ഷ എപ്പോഴും ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഈ സിനിമയോട് കൂടി എൻ്റെ ഒരു എൻ്റെ ഈ ഫേസിൽ നിന്നും അടുത്ത ഫേസിലേക്ക് എൻ്റെ ഫേസ് മാറണേന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് പോണേ. ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള ഷോട്ട്സോ അതൊന്നും ഉണ്ടാവില്ല. ഈ സിനിമയ്ക്ക് കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള നിത്യ ട്രാവൽ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ കൂടെ ഒരു ക്യാമറയും പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഫേസസ് എന്ന സിനിമയുടെ ടീമാണ് ദ ക്യൂ അഭിമുഖത്തിൽ കൂടെയുള്ളത്. ഹന്ന റജി, നീലേഷ്, കലേഷ്, അർജുൻ ഗോപാൽ. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോൾ ഫേസസിന്റെ ട്രെയിലറിന് നമുക്ക് സൂചന തരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു പോർഷൻ, ഒരു ആംഗിള് നമുക്ക് ഈ പറഞ്ഞ മിസ്റ്ററി ത്രില്ലർ എന്നൊരു ആംഗിൾ വരുന്നുണ്ട്. വേറൊരു ആംഗിള് ഇപ്പം നിങ്ങളുടെ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുന്ന ഒരു റൊമാൻസ് ആംഗിൾ വരുന്നുണ്ട്. ഫേസസ് ആസ് എ ഹോൾ, സിനിമ ആസ് എ ഹോൾ നോക്കുകയാണെങ്കിൽ ഇത് ഈ രണ്ടിൻ്റെയും ഒരു റൈറ്റ് ബാലൻസ് ഒക്കെ ആണോ ശരിക്കും? ഇതിന്റെ റൈറ്റ് ബാലൻസ് ആണ്. ഇതിന്റെ ഒരു പാസ്റ്റ് ആൻഡ് പ്രസന്റിന്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്തിട്ടാണ് മൂവി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത് തുടങ്ങുന്നത് ഈ പറഞ്ഞ കുറച്ച് മിസ്റ്ററി എലമെന്റ് ഒക്കെ അതിലാണ് പോകുന്നത്. പിന്നെ അത് ഉൾത്തിരിഞ്ഞു വരുന്ന പിന്നെ ഫർദർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് അതിനെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അതാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം. അല്ല, ഒരു മിസ്റ്ററി ഉണ്ടല്ലോ, ആ മിസ്റ്ററി എങ്ങനെ ചുരുളഴിയുന്നു എന്നുള്ളതാണ് ഈ നിത്യ തേടുന്ന ചോദ്യങ്ങൾക്ക് എന്ന് പറയുന്ന ട്രെയിലറിൽ ഒരുപക്ഷെ തേടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അവിടെ കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ നിത്യയുടെ ഈ ഒരു ട്രോമ അല്ലെങ്കിൽ ഈ ഒരു ഡിസോർഡർ നിന്നും പുറത്തു വരേണ്ട ആവശ്യവും നിത്യയുടെ തന്നെയാണ് അല്ലേ? അപ്പം ആ ഒരു മിസ്റ്ററി എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നുള്ളതിന്റെ ആ ഒരു മിസ്റ്ററിയുടെ ഒരു പോക്കിന്റെ ഇടയിലാണ് ഈ ഫ്ലാഷ് ബാക്കും വന്നു പോകുന്നത്. ട്രെയിലറിൽ ഓൾറെഡി റിവീൽ ചെയ്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ തെറ്റില്ല. അതായത് ഈ PTSD കാരണം സംഭവിക്കുന്ന ഒരു ആ ട്രോമയുടെ ഭാഗമായിട്ട് നിത്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ കാണുന്ന മുഖങ്ങൾക്കെല്ലാം മൈക്കിളിന്റെ മുഖമാണ് എന്നുള്ളത് അതാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഈ മൈക്കിൾ എവിടെയാണ്, എന്താണ്, ആരാണ്, ഇനി ഇത് നമ്മൾ ട്രെയിലർ അവസാനിപ്പിക്കുന്നത് അതാണ്. ഇനി ശരിക്കുള്ള മൈക്കിൾ തന്നെ നിന്റെ മുന്നിൽ വന്നാൽ എങ്ങനെ തിരിച്ചറിയും എന്നൊക്കെയുള്ള, അപ്പൊ അങ്ങനെ ഒരു ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ടാണ് ഫിലിം മുന്നോട്ട് പോകുന്നത്. ഈ ക്യൂരിയോസിറ്റി ആണോ ഹന്നേനെ എക്സൈറ്റ് ചെയ്ത ഫാക്ടർ? നിങ്ങൾ പ്രേക്ഷകർ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ ക്യൂരിയോസിറ്റി ആണ് എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും തോന്നിയത്. ബിക്കോസ് എങ്ങനെ ഡയറക്ടർ ഇതെങ്ങനെ പുൾ ഓഫ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഇത് സ്ക്രീൻ പ്ലേ കൊണ്ടുവരും എന്നുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു. സോ നിത്യയുടെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഫോർ മീ ആസ് ആൻ ആക്ടർ എനിക്ക് എപ്പോഴും വളരാൻ സാധ്യത തരുന്ന ഒരു മൂവിയാണിത്. ആൻഡ് സോ ഐ എം എക്സ്പെക്ടിങ് പീപ്പിൾ അത് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ്, ക്രിറ്റിക്സ് ആണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് പോസിറ്റീവ് ക്രിറ്റിക്സ് ഫ്രം ദം, ലൈക്ക് ദ വ്യൂ പോയിന്റ്. അപ്പം കോമ്പിനേഷൻ ഓഫ് ഇമോഷൻസിലൂടെ ഞാൻ ഇപ്പം നിൽക്കുന്നത്. ഐ എം ഹാവിങ് ഹൈ എക്സ്പെക്ടേഷൻസ് ആൻഡ് ഐ എം കൈൻഡ് ഓഫ് ലൈക്ക് എന്താ പറയുക, അതുപോലെ ടെൻഷനും ഉണ്ട്. ലൈക്ക് യു നോ വെദർ ഇറ്റ് വിൽ വർക്ക് ഔട്ട്, വെദർ ഇറ്റ് വിൽ നോട്ട് വർക്ക് ഔട്ട്. ഐ തിങ്ക് ഈച്ച് വൺ ഓഫ് അസ് ഹാസ് ഇറ്റ്. സോ ആ ഒരു ഇമോഷനിലാണ് ഇവിടെ ഇരിക്കുന്നത്. സോ യെസ്, ഡെഫിനറ്റ്ലി ഈ ക്യൂരിയോസിറ്റി എല്ലാം ഉൾക്കൊണ്ട് തന്നെയാണ് നിത്യ മൂവി ഞാൻ എടുത്തത്. ഈ പറഞ്ഞ ജസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങനെ വർക്ക് ആവും എന്നുള്ളതിന്റെ ഇപ്പൊ ഹന്നയ്ക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്ന ആ ഒരു ഡൗട്ട് അത് ഓഡിയൻസിനും ഉണ്ടാവും. നമ്മളൊരു പുതിയ കാര്യം ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ആ ഫേസ് കാണുന്നതിൻ്റെയും അത് എങ്ങനെ അങ്ങനെ ഒരു അവസ്ഥയുള്ള ആൾക്ക് അത് എങ്ങനെ എഫക്ട് ചെയ്യുമെന്നുള്ളത് അതിനെ മാക്സിമം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി നിത്യയുടെ POV-ലാണ് ഫിലിം ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അത് ഓഡിയൻസിന് എങ്ങനെ കണക്ട് ആവും എന്നുള്ളത് ആക്ച്വലി ഞങ്ങളും ക്യൂരിയസ് ആണ്. പിന്നെ ഈ ട്രെയിലർ കണ്ടിട്ട് കുറെ ആളുകൾ ചോദിക്കുന്നത് ഇത് ശരിക്കും നിങ്ങൾ സി ജിയിലാണോ ചെയ്തത് അതോ റിയൽ ആയിട്ടാണോ ചെയ്തത്? അപ്പൊ നമുക്ക് സി ജിക്കൊന്നും ഉള്ള ഒരു എന്താ പറയണ്ട ഒരു പ്രൊഡക്ഷൻ വാല്യൂയോ അങ്ങനൊന്നും ഇല്ല. നമ്മള് എല്ലാം നമ്മൾ റിയൽ ആയിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് തന്നെയാണ്. അതെ, അത്യാവശ്യം മറ്റേ ഈ ചെറിയ മറ്റേ ടച്ചിങ് ഇറേസിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, ക്ലീനിങ്, അങ്ങനത്തെ പരിപാടികളൊക്കെ CG ഉള്ളൂ. പിന്നെ കുറച്ച് എൻഹാൻസ്മെന്റ് ഇപ്പോ അത് ക്ലൈമാക്സിലൊക്കെയാണ്, അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അല്ലാതെ ഈ പ്രോബ്ലം കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ
മൈക്കിളിനെ തന്നെ പലയിടങ്ങളിൽ കാണുന്ന പോലെ ചിലപ്പോൾ ഒരു ഷോട്ടിൽ തന്നെ 2 3 മൈക്കിൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് CG-യിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളത് പ്രോപ്പറായിട്ട് നമ്മളത് ഷൂട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയണ്ടേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആക്ച്വലി ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസിലുണ്ട്. പ്രോബബ്ലി സിനിമ ഇറങ്ങിയതിന് ശേഷം നമുക്കത് പുറത്ത് വിടാൻ പറ്റും. കാരണം കുറെ ആൻസേഴ്സ് അതിനകത്തും ഉണ്ടല്ലോ. നമുക്ക് അത് ഷൂട്ട് ചെയ്യുമ്പോഴും അത് അതിന്റെ എഡിറ്റ് കാണുമ്പോൾ നമുക്കൊരു ഹൈ ഉണ്ടായിരുന്നു. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അത് ഓഡിയൻസിന് അത് എങ്ങനെയാണ് കണക്ട് ആവുന്നത്. രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഷൂട്ടിന്റെ സെറ്റിലുള്ള ഒരു 5-6 പേർക്ക് മാത്രമേ അറിയുള്ളൂ ഇത് എന്താ സംഭവം. കഥ മുഴുവനായിട്ട് അറിയാം. ബാക്കിയുള്ളവരൊക്കെ ഇവർ എന്താ ഈ കാണിക്കുന്നത്, എടുത്ത സാധനം തന്നെ വീണ്ടും ഒരേ ആംഗിളില് വേറൊരാളെ വെച്ചെടുക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു അവസ്ഥയുണ്ട്. നോക്കാം എങ്ങനെ വരുന്നുണ്ട്. ഈ ക്യൂരിയോസിറ്റിയുടെയും എക്സൈറ്റ്മെന്റും എന്റെ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. അർജുന്റെ ക്യൂരിയോസിറ്റി എന്താണ്, അല്ലെങ്കിൽ അർജുന്റെ എക്സൈറ്റ്മെന്റ് ഫേസസിന്റെ സിനിമ? ഞാൻ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ, കുറച്ച് പടങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇതും പറയാം കേട്ടോ, ഈ സിംഗർ ടു അല്ലെങ്കിൽ വേറൊരു കരിയറിന് ആക്ടറിലേക്ക് വരുന്ന ഞാൻ അഭിനയിച്ചു തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമൊക്കെ ആയി, 18 വർഷമായി. കുട്ടൻപിള്ളയുടെ ശിവരാത്രിക്ക് മുന്നേ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചാൽ തുടങ്ങുന്നത് 2015. അത് കണ്ടിട്ടാണ് ഈ കുട്ടൻപിള്ളയുടെ ശിവരാത്രിയിലേക്ക് ഒരു ചാൻസ് കിട്ടുന്നത്. അന്ന് തുടങ്ങിയതാണ്. പാട്ട് ഞാൻ പണ്ടേ പഠിച്ചു വന്നൊരു പരിപാടിയായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ചുകൂടി സീരിയസ് ആക്കി എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ പാട്ടിനെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ തന്നെ ശ്രമിക്കുന്നു. ഞാനൊരു സിംഗറാണെന്ന് കൂടി അറിയണം എന്നുള്ള നിലയിൽ. കുറേ പേർക്ക് എന്നെ സിംഗറായിട്ട് അറിയണേ, കുറച്ച് പേർക്ക് എന്നെ ആക്ടറായിട്ട്, കുറച്ച് പേർക്ക് ആ ഷോ ആങ്കർ ചെയ്തിട്ടാണ്, കുറച്ച് പേർക്ക് മറ്റേ അങ്ങനെ പല പണികളായിട്ട് ചെയ്യുന്ന ഒരാളായിട്ട് എന്നെ അറിയപ്പെടുക കുറച്ചെങ്കിലും ഒക്കെ. അല്ല, ഞാൻ അഗൈൻ അപ്പോൾ രണ്ടും എനിക്ക് അതേ വാല്യൂ തന്നെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ കുഞ്ഞൽദോ എന്ന് പറയുന്ന സിനിമ ഞാൻ കുറച്ചൊരു ലീഡ് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയൊരു അവസരം കിട്ടിയ സിനിമയായിരുന്നു ആസിഫ് അലിയുടെ കൂടെ. പടം ശരിക്കും അന്നൊരു വിചാരിച്ചൊരു, ഞങ്ങൾക്ക് കുറേ പേർക്ക് കുറേ പ്രതീക്ഷയുള്ളൊരു സിനിമയായിരുന്നു. എഗൈൻ എനിക്ക് തോന്നുന്നു വെളിയിലേക്ക് പോലും കുറച്ച് പ്രതീക്ഷയൊക്കെ എല്ലാവരും വെച്ചിരുന്ന ഒരു സിനിമയായിരുന്നു. അത് ആ വിചാരിച്ച രീതിയിൽ എത്തിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ആഗ്രഹം ഓക്കെ ഞാനൊരു രീതിയിലേക്ക് എത്തുമല്ലോ, ഫേമസ് ആയിക്കഴിഞ്ഞാൽ അത് വെച്ച് പാട്ടിൻ്റെ ഷോസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴും ലെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം, രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരുന്ന. അഗെയിൻ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ചോദിച്ച പോലെ എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഒരു ആക്ടറിൻ്റെ ഒരു പ്രതീക്ഷ എപ്പോഴും ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഈ സിനിമയോടുകൂടി എൻ്റെ ഒരു എൻ്റെ ഈ ഫേസിൽ നിന്നും അടുത്ത ഫേസിലേക്ക് എൻ്റെ ഫേസ് മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് പോണേ. ഈ സിനിമയോട് കൂടി ഞാനൊരു കുഞ്ഞൽദോലാണെങ്കിലും ഈ ഷോർട്ട് ഫിലിംസിലാണെങ്കിലും കുറച്ച് കുഞ്ഞു പയ്യൻ സാധനങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. ക്യൂട്ട് ബോയ് പരിപാടികളായിരുന്നു പിടിച്ചിരുന്നത്. സോ അതിൽ നിന്ന് മാറി ഒരു കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയൊരു അവസരമായിരുന്നു ഇപ്പോൾ ചെയ്ത 1-2 സിനിമകളിലൊക്കെ. അതിൽ എനിക്ക് കുറച്ച് മുഴുനീളം നിൽക്കുന്ന ഒരു ക്യാരക്ടർ, എല്ലായിടത്തും വന്നു പോകുന്ന ഒരു ക്യാരക്ടർ എന്നുള്ള നിലയിലൊരു സിനിമയാണ് ഫേസസ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എനിക്കത് കിട്ടും എന്നുള്ളൊരു ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് നമ്മൾ എല്ലാവരും. എൻ്റെ മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും നിലീഷ് ചേട്ടൻ്റെ ഒരു നല്ലൊരു ടേണിംഗ് പോയിന്റ് ആവണം അത്. ഹനയ്ക്ക് ഹിറ്റുകളിൽ ഒരു ഹിറ്റും കൂടി കൂടണം എന്നാണ്. കലേഷ് ചേട്ടനും അങ്ങനെ തന്നെയാണ്. പിന്നെ കലേഷ് ചേട്ടൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നായകനായി വരുന്ന ആദ്യത്തെ സിനിമയാണ്. ഇപ്പോൾ കലേഷ് ചേട്ടൻ ഭീകരമായ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണ്. പക്ഷെ ഒരു ഹെഡ് ചെയ്യുന്നൊരു സിനിമ ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ സിനിമ ഒരു ടേണിംഗ് പോയിന്റ് ആവുന്ന സിനിമകൾ തന്നെയാണ്. ഞാനും അതിൻ്റെ ഒരു ഭാഗവാക്കാണ്. അതിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് ആ വെള്ളിയാഴ്ചക്ക് ശേഷം. ഈ ഹന്നയ്ക്ക് ഇപ്പൊ കഴിഞ്ഞ ഒരു 3 വർഷം നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പടങ്ങള് ഇപ്പോ കൂമൻ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ കൂമൻ മുതൽ എല്ലാം നോക്കുകയാണെങ്കിൽ ഒരു ത്രില്ലർ എലമെന്റ് എല്ലാ സിനിമകളിലും ഉണ്ട്. കൂമനിൽ ത്രില്ലർ എലമെന്റ് ഉണ്ട്, കൊറോണ പേപ്പേഴ്സിലുണ്ട്, DNA-ലുണ്ട്, അവസാനം വന്ന മിറാഷിലുണ്ട്. എല്ലാത്തിലും ഒരു ത്രില്ലർ എലമെന്റ്. ത്രില്ലറുകൾ ഹന്നയെ തേടി വരികയാണോ അതോ ഹന്ന ത്രില്ലറുകളെ തേടി പോകണോ, എന്താണ് സംഗതി? ഹന്നയുടെ ലൈഫ് ഒരു ത്രില്ലറാണ്. സത്യം, എന്റെ ലൈഫേ ഒരു ത്രില്ലറാണ്. എപ്പോഴും ട്വിസ്റ്റും ടേണും ക്ലൈമാക്സും ഒക്കെ ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. സോ അവൾ അഭിനയിക്കുന്ന സിനിമകളുടെ കഥയല്ല ശരിക്കുള്ള കഥ, അവളുടെ ഒരു കഥയാണ്. അതാണ് സിനിമയായി മാറുന്നത്. അവിടെയാണ് സിനിമയെ വെല്ലുന്ന ജീവിതം. സിനിമ വെല്ലുന്ന ജീവിതം. സോ യെസ്, ഞാൻ ചൂസ് ചെയ്യുന്നതല്ല. നമുക്ക് മേ ബി എനിക്ക് ടൈപ്പ് കാസ്റ്റിംഗ് ആണോ തോന്നാറുണ്ട്, അറിയത്തില്ല. ബിക്കോസ് എനിക്ക് പലപ്പോഴും കോളുകൾ വരുന്നത്, ഇപ്പം അടുത്ത 2 സംസാരിച്ചിരിക്കുന്നതും
ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു ത്രില്ലർ എലമെന്റ് ഉണ്ട്. അല്ല പക്ഷെ ക്യാരക്ടർ വ്യത്യാസമാട്ടോ. ഞാൻ Characters പറഞ്ഞൊരു മൂഡ് different ത്രില്ലർ ആണെന്ന് പറഞ്ഞു. different ക്യാരക്ടേഴ്സ് എൻ്റെ ഡിഫറെന്റ്. എനിക്കൊരു ത്രൂ ഔട്ട് കോമഡി സാധനമോ അല്ലെങ്കിൽ റൊമാൻസ് എനിക്ക് വർക്കാവില്ല. അത് ഫുൾ ഫൺ ആണ് ഇനി. എനിക്ക് നല്ല ഒരു ഫൈറ്റ് സീക്വൻസ് ഉള്ളത്. ഫൈറ്റ് കുഴപ്പമില്ലല്ലേ, അങ്ങനെയല്ല. ആക്ഷൻ മൂവീസ് അല്ല, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് മേ ബി ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി, അതിന്റെ ഒക്കെ ഒരു ഭാഗമാകണം, അങ്ങനത്തെ ഒക്കെ ആഗ്രഹങ്ങളുണ്ട്. വന്നിട്ടില്ല. ബട്ട് ഈ പ്രോജക്ട്സ് ഒന്നും ഞാൻ ചൂസ് ചെയ്തതല്ല. പിന്നെ ഐ തിങ്ക് ഓഫ് ഓൾ ദ മൂവീസ് ദറ്റ് ഐ ഹാവ് ഡൺ, ഐ തിങ്ക് 12 or 13 ഐ ഹാവ് ഡൺ. ഇതിനകത്ത് ദിസ് 14th മൂവി, ദിസ് വൺ, ഈ മൂവിയിലാണ് എനിക്ക് കൂടുതലും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരിക്കുന്ന എല്ലാ ഡയമെൻഷൻസും. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ എനിക്ക് നീലേഷ് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് തന്നതിന്. ബിക്കോസ് ബാക്കി സിനിമകളിലൊക്കെ ചിലപ്പം ചില ഇമോഷൻസ് എനിക്ക് അവിടെ പോർട്രേ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ ബിക്കോസ് PTSD ഉള്ള ഒരു വ്യക്തിയാണ് നിത്യയ്ക്ക് പല ഇമോഷൻസും ഉണ്ട്. ആൻഡ് ഷീ ഹാവ് ഹർ ഹാപ്പി ഡേയ്സ്, ലോ ഡേയ്സ് എല്ലാം ഉണ്ട്. സോ ഇറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് ടു മെനി ഇമോഷൻസ്. അപ്പം അതെനിക്ക് പോർട്രേ ചെയ്യാൻ കിട്ടിയ വലിയൊരു എക്സ്പീരിയൻസ് ആൻഡ് ലൈക്ക് എന്താ പറയുക അവസരവുമാണ് ഫേസസ്. ഈ ഫേസസിൽ കാണിക്കുന്ന ഈ ഒരു കണ്ടീഷൻ ആക്ച്വലി അതൊരു ഫിക്ഷണൽ വേൾഡിൽ ക്രിയേറ്റ് ചെയ്തതാണോ അതോ ഇനി എക്സ്പീരിയൻസസ് അങ്ങനെ അടുത്തറിയുന്നവർക്കോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഉള്ളതായിട്ട് എവിടെ നിന്നാണ് ഇൻസ്പിറേഷൻ? അതാണ് ഉള്ളതായിട്ട് അറിവില്ല. അറിവുണ്ട്, കേസസ് ഉണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഡേ റിസർച്ച് നടത്തിയതാ. ഈ സബ്ജക്ട് ഇതിന്റെ സുമൻ എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ടാണ്, കോ-റൈറ്ററാണ്. സുമന്റെ ആണ് ഇതിന്റെ ഹോൾ കോൺസെപ്റ്റ് എൻ്റെ അടുത്ത് കുറെ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇങ്ങനെ സിനിമ ചെയ്യാൻ സാഹചര്യം വന്ന സമയത്ത് ഈ സബ്ജക്ട് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ എത്തിയപ്പോൾ അന്നേരമാണ് ആക്ച്വലി ഇതിന്റെ സ്ക്രിപ്റ്റിലേക്ക് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ പക്ഷെ ഈ ഐഡിയ എനിക്ക് അന്നേ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിരുന്നു. ഇങ്ങനത്തെ ഒരു ഐഡിയ ഇത് ഉണ്ടോ, ശരിക്കും ഉണ്ടോ? പക്ഷെ ഞാൻ സെർച്ച് ചെയ്തിട്ട് എവിടെ അങ്ങനെ കണ്ടൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, അടിയിൽ നരേഷന് ശേഷം ഹന്ന റിസർച്ച് അല്ല, ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോലും അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കാണുന്ന അഖിലിന്റെ മുഖം അതേപോലെ തന്നെയാണ് മറ്റൊരാൾ കാണുന്നതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ഫോട്ടോ എടുത്ത് പോലും കാണിക്കാൻ പറ്റില്ല. പോലത്തെ ഓരോ അതെ, ഇപ്പൊ എല്ലാവരും ഒരുപോലെ തോന്നുന്നു അല്ലെങ്കിൽ മനസ്സിലാവാതിരിക്കുന്നു, അങ്ങനത്തെ പല കണ്ടീഷൻസ് ഉണ്ട്. അതിന്റെ ഞങ്ങൾ കുറച്ച് ഒരു ഫിക്ഷൻ ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇത് സിനിമ ഇറങ്ങിയതിന് ശേഷം ആരൊക്കെ യൂട്യൂബിലും കമന്റ് ചെയ്ത് കണ്ടു, PTSD റിസർച്ച് ചെയ്തിട്ടാണോ ചെയ്തതെന്നോ അങ്ങനെയൊക്കെയുള്ള എന്തോ കമന്റ്സ് ഒക്കെ കണ്ടു. അങ്ങനെ പല അഭിപ്രായങ്ങൾ വരാം. ബട്ട് ഇതൊരു സിനിമയായിട്ട് കണ്ടാൽ മതി. അല്ല, അതുകൊണ്ട് കൂടിയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റിൽ ഒരു POV ട്രീറ്റ്മെന്റ്, നിത്യയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുമ്പോഴാണ് അത് കാണുന്നത്, ഇന്ന ആളെ കാണുന്നത്, മൈക്കിളിനെ കാണുന്നത് എന്നുള്ള ആ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റും. ഈ ഫിലിം ആക്ച്വലി ഇനീഷ്യലി നമ്മൾ ഫസ്റ്റ് ഇപ്പൊ ഞാൻ സുമനായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഹോൾ മൂവി ഒരു സിംഗിൾ ഷോട്ട് ലൈക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു. ഫുള്ളി സിംഗിൾ ഷോട്ട് അല്ലെങ്കിൽ പോലും പ്രോപ്പറായി സ്റ്റിച്ച് ചെയ്ത് ഇപ്പൊ ബേർഡ്മാൻ ഒക്കെ ചെയ്തിട്ടുള്ള പോലെ ഒക്കെ ചെയ്യണം, അങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിത് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ അത് ഒരുപാട് എക്സ്പെൻസീവ് ആവും, ഒരുപാട് ടൈം എടുക്കും, നമ്പർ ഓഫ് ഡേയ്സ് എടുക്കും എന്നൊക്കെ വന്നപ്പോൾ നമുക്ക് ആ സിംഗിൾ ഷോട്ട് പരിപാടി വിട്ടിട്ട് ബട്ട് റിട്ടേണിങ് നിത്യയുടെ POV മാത്രം കാണിക്കുക, അല്ലെങ്കിൽ POVയിലൂടെ ഹോൾ മൂവി ട്രാവൽ ചെയ്യാം എന്ന് ഡിസൈഡ് ചെയ്തു. POV എന്ന് വെച്ചാൽ POV ഷോർട്ട് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിത്യ ഉള്ളിടത്ത കാഴ്ചകൾ മാത്രമേ നമ്മൾ ഓഡിയൻസിനെ കാണിക്കുന്നുള്ളൂ. ഇപ്പൊ ഈ മൊത്തം മൂവിയിൽ തന്നെ ആകെ 2 എക്സ്റ്റീരിയർ ഷോട്ടേ ഉള്ളൂ. അതായത് പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട്, ഈ തേർഡ് പേഴ്സൺ വ്യൂവിൽ വരുന്ന എക്സ്റ്റീരിയർ അങ്ങനത്തെ ഒരു ഷോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള ഷോട്ട്സോ അതൊന്നും ഉണ്ടാവില്ല. ഈ സിനിമയ്ക്ക് കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള നിത്യ ട്രാവൽ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ കൂടെ ഒരു ക്യാമറയും പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഹന്നയുടെ ഈ പറഞ്ഞ പോലെ എല്ലാ സിനിമകളിലും ഇത്തരത്തിലുള്ള റിസർച്ച് നടത്താറുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡൗട്ട് തോന്നിയാല്. ബിക്കോസ് എനിക്ക് ഇനീഷ്യലി ഈ PTSD ഇതിന്റെ കാര്യം പറഞ്ഞു, ഫേസ് റെക്കഗ്നിഷന്റെ ഇഷ്യൂ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്കിത് ആസ് എൻ ഓഡിയൻസ് ഞാൻ കാണുമ്പോൾ ഞാൻ എപ്പോഴും പല സിനിമകളും ഇങ്ങനെ ലൈക്ക് ഡൈസെക്ട് ചെയ്ത് നോക്കാറുണ്ട്. സോ എനിക്കത് കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ലെങ്കിൽ എനിക്ക് അതിനോടുള്ള ത്രിൽ എലമെന്റ് അങ്ങ് ചിലപ്പോൾ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ പകുതിക്ക് വെച്ച് ഞാൻ പല സിനിമയും കണ്ടു നിർത്തിയിട്ടുണ്ട്, പല കൊറിയൻ മൂവീസും പല ഇന്റർനാഷണൽ മൂവീസും, നോട്ട് ദി ഇന്ത്യൻ വൺസ്. സോ എനിക്ക് ഫസ്റ്റ് നീലക്ഷി കഥ പറഞ്ഞപ്പോൾ തോന്നി ഇത് ശരിക്കും നടക്കുന്നതായിരിക്കുമോ, ആൾക്കാരിന് പറയും ഇങ്ങനെ നടക്കില്ല എന്നുള്ളത്, ദിസ് കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. സോ ദാറ്റ്സ് വെൻ ഐ ഗൂഗിൾഡ് ഇറ്റ്. സോ ആൻഡ് ദെൻ നമ്മളിങ്ങനെ ചാറ്റ് GPT നാട്ടുകാരോടൊക്കെ ഇങ്ങനെ ചോദിച്ചു പോകുമ്പോൾ യു വിൽ ഗെറ്റ് മെനി ആൻസേഴ്സ് ടു ഇറ്റ്. സോ ഐ ജസ്റ്റ് വെൻറ്റ് ഇൻ ഡീപ്പ്, ഐ മീൻ ഡെപ്ത്.
അപ്പോൾ USA ഇതുപോലത്തെ 2-3 കേസ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. വേർ ദ പേഴ്സൺ കനോട്ട് റെക്കഗ്നൈസ് ദ ഫേസ്. ചിലവർക്ക് മെമ്മറി ലോസ് കൂടുതൽ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പല ഫേസും അവർ മറന്നുപോയി. ആൻഡ് അത് റീപ്ലേസ് ചെയ്യാൻ അവരുടെ ബ്രെയിൻ തന്നെ പ്രോഗ്രാം ചെയ്യുന്നൊരു ഫേസ് ഉണ്ടാകും. സോ ഇതൊക്കെ നടന്നിട്ടുള്ളതാണ്. ബട്ട് ദ നമ്പർ ഓഫ് കേസസ് ദറ്റ് ഹാവ് ബീൻ റിപ്പോർട്ടഡ് ഇസ് വെരി ഫ്യൂ. ഭയങ്കര റെയർ സിറ്റുവേഷൻസ് ആണ്, സിനാരിയോസ് ആണ്. സോ നിത്യയ്ക്ക് ഈ ഒരു ഈ ഒരു ട്രോമയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഷീ ഈസ് ഹാവിങ് മെമ്മറി ലോസ്, ഷീ ഈസ് ഹാവിങ് ഓൾ തോട്ട് പ്രോസസ് ഗോയിങ് ഓൺ ഇൻ എ മൈൻഡ്, ബിക്കോസ് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും. അപ്പം ആൻഡ് കാണുന്ന വ്യക്തികളെല്ലാം മൈക്കിളാണ്. സോ ഇത് ശരിക്കും നടക്കുന്നൊരു കാര്യമാണ്, അല്ല ശരിക്കും നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഐ വാസ് കൺവിൻസ്ഡ് വിത്ത് ദ സ്റ്റോറി. സോ ഇതിന് അതുകൊണ്ട് ഞാൻ റിസർച്ച് നടത്തി. ബാക്കി പ്രോജക്റ്റിനൊക്കെ റിസർച്ച് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് സോ മച്ച്. ഈ ഫിലിം ആക്ച്വലി ഇത് ഞങ്ങൾ ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന് ചുറ്റും ആ സിനിമയിൽ വന്ന പോലെ എന്ന് പറയാൻ ഒരു ഡയറക്റ്റ് റെഫറൻസ് നമുക്ക് ഇല്ലായിരുന്നു. ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഒരു കന്നഡയോ തെലുഗോ ഏതോ ഒരു ഫിലിമിൽ ഇതിന്റെ ചെറിയൊരു എലമെന്റ് വന്നത്. ഫിലിമിന്റെ പേര് ഞാൻ മറന്നുപോയി. അതിനുശേഷം നമ്മുടെ ഒരു മലയാള സിനിമയിലും അതിന്റെ ഒരു ഫേസ് മനസ്സിലാവാത്ത അല്ലെങ്കിൽ ഫേസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഇതൊക്കെ പിന്നീട് മലയാള സിനിമയിൽ വന്നു. ബട്ട് ഞങ്ങൾ അതിന് മുന്നേ എല്ലാം ഷൂട്ടെല്ലാം കഴിഞ്ഞതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഞാനത് ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുള്ളൂ. പക്ഷെ നമുക്ക് ഇപ്പോഴാണ് സിനിമ റിലീസ് ചെയ്യാനായിട്ട് ഇപ്പോഴാണ് പറ്റിയത്. അപ്പൊ ഒരു സിനിമയ്ക്ക് ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ചെയ്ത് അതിന്റെ ഒരു ടൈം ഫ്രെയിമിനകത്ത് റിലീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഐഡിയ ചിലപ്പോൾ മറ്റു പലയിടത്തും വരും. പക്ഷെ എനിക്കിപ്പോഴും തോന്നുന്നത് ആ സിനിമയും കണ്ടിട്ടുള്ളത് കൊണ്ട് പറയാണ്, പൂർണ്ണമായും അതുമായിട്ട് ഒരു ബന്ധവുമില്ല. മാത്രമല്ല പൂർണ്ണമായും അതിൽ ഇമേഴ്സ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ആ കഥ ഇതിൽ തന്നെ കുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഈ സിനിമയുടെ പ്രമേയത്തിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. കാരണം അത് ഈ കഥ കേൾക്കുമ്പോൾ പോലും എനിക്ക് ഫീൽ ചെയ്തത് ഇത് വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ ഒരു പസിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്, അതിൽ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. പലപ്പോഴും നമ്മൾ ഈ ജോണർ ഷിഫ്റ്റിങ്ങിന്റെ ഭാഗമായി ചിലപ്പോൾ ഔട്ട് ഓഫ് ദ പ്ലോട്ട് പോവുക, ഡീറെയിലാകുക, പിന്നീട് തിരിച്ചു വരിക, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. അപ്പം അതും കൂടിയാണ് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു വിഷയം. നേരത്തെ അപ്പൊ അർജുൻ സൂചിപ്പിച്ച പോലെ കലേഷിന് ഏറ്റവും ഇതിലേക്ക് എക്സൈറ്റ്മെന്റ് എന്നുള്ളത് ആദ്യമായി ലീഡ് റോള് ചെയ്യുന്നു എന്നുള്ളൊരു ഭയങ്കര വലിയ എക്സൈറ്റ്മെന്റ് കൂടെ ഉണ്ട്. അത് ഉറപ്പായിട്ടും ഇപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ചോദിച്ചാലും, ഇപ്പോൾ വില്ലൻ വേഷത്തിൽ വന്ന് ചെയ്യുന്നു അല്ലെങ്കിൽ കോമഡി ചെയ്ത് ക്യാരക്ടർ റോളിൽ വന്ന ആൾക്കാരെ സംബന്ധിച്ചാലും ലീഡ് റോൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതൊരു വേറെ തന്നെ ഒരു സർപ്രൈസിങ് ഫാക്ടറും ഹാപ്പി മൊമെന്റ് ഒക്കെയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചു മാനിഫെസ്റ്റേഷനെ കുറിച്ച്, നേരത്തെ കലേഷ് തന്നെ സംസാരിച്ചാണ്. ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ലീഡ് റോൾ എന്ന സാധനത്തിലേക്ക് ആദ്യമായി ഒരു സിനിമ എത്തുന്നു, എന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്? അത് കുറേ കാര്യങ്ങളുണ്ട്. ലീഡ് റോള് തീർച്ചയായിട്ടും നമ്മളെല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ ചെയ്യാൻ വേണ്ടി ഒരു ലീഡ് റോള് ചെയ്യാതെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവണം, മനസ്സിലായില്ലേ? അത് കാരണം ഒരു ലീഡ് റോള് ചെയ്യാന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആൾക്കാർ സിനിമ വന്ന് കാണണം, അതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു ഫേസസ് എന്ന് പറയുന്ന പോലെ പോസ്റ്ററിൽ കാണുന്ന ഒരു ഫേസ്, ഇയാൾ മറ്റേ ആ സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ആളല്ലേ, ഇയാൾ ആദ്യമായിട്ട് ലീഡ് റോളിൽ വരുന്നോ, ഇതിന്റെ ട്രെയിലർ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ട്രെയിലർ കാണുമ്പോഴാണല്ലോ അവർക്ക് കാണണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ വളരെ എന്താ പറയണ്ടേ, ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ലീഡ് റോൾ എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി ഫസ്റ്റ് കപ്പിൾ ഓഫ് ഫിലിംസ്. അല്ലെങ്കിൽ ആ സിനിമയും വർക്കായില്ല, നമുക്ക് പിന്നീട് സപ്പോർട്ടിംഗ് റോൾസിനും വിളിക്കാതാവുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുമുണ്ട് അങ്ങനത്തെ ആൾക്കാരുടെ ഒരു നിസ്സഹായ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇൻഫാക്ട് ആക്ച്വലി ഇതിനു മുമ്പ് തന്നെ ഞാനൊരു ലീഡ് റോളിൽ ഒരു സിനിമ തുടങ്ങിയിരുന്നു. അത് ക്ലൈമാക്സ് വരെ ഷൂട്ട് ചെയ്തിട്ട് അതിന്റെ ന്യൂസ് ഒന്നും എവിടെയും ഇട്ടിട്ടില്ലായിരുന്നു. കാരണം സിനിമ തീർന്നതിന് ശേഷം അതിനെക്കുറിച്ച് പ്രൊമോഷൻസ് ചെയ്യാം അല്ലെങ്കിൽ ന്യൂസ് വിടാം എന്നുള്ള രീതിയിലായിരുന്നു. അതിന്റെ ക്ലൈമാക്സ് മാത്രം ബാക്കി നിൽക്കെ ആ സിനിമ നമ്മൾ ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തു. പക്ഷെ പിന്നീട് അത് മുഴുവിക്കാൻ പറ്റിയില്ല, നിന്നുപോയി ആ സിനിമ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസസ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ലീഡ് റോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ ഇതിന്റെ റിസ്ക് എലമെന്റും കൂടി നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്, അല്ലെ? റെസ്പോൺസിബിലിറ്റിയും റിസ്ക്കും അതിലുള്ള ചാലഞ്ചും എല്ലാം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. പക്ഷേ കഥയാണ് ഇതിനകത്തെല്ലാം ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ്, അതിലുള്ള ഒരു പുതുമ, അതായത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു ഐഡിയ, ആ കോൺസെപ്റ്റ് ഇതിലെങ്ങനെയായിരിക്കും ഇതൊരു സ്ക്രീൻ പ്ലേ ആക്കുക എന്നുള്ള ഒരു കൗതുകത്തോടു കൂടി നമ്മൾ കഥ കേൾക്കാനിരിക്കുന്നു.
അപ്പം ഞാനൊരു വേറൊരു ഷൂട്ടിൻ്റെ ഇടയിലിരിക്കുമ്പോഴാണ് ഈ കഥ കേൾക്കുന്നത്. ഒരു വീഡിയോ കോളിൽ ഞങ്ങൾ സൂം കോളിലാണ് നീലശേഖരൻ എൻ്റെ അടുത്ത് കഥ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ഹിന്ദി വെബ് സീരീസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ സൂം കോളിൽ ഇരുന്ന് കഥ കേൾക്കുകയാണ്. അപ്പോൾ ഞാനിത് കേൾക്കുമ്പോഴത്തേക്കും ഇത് കൊള്ളാലോ സംഭവം പരിപാടി, ഇത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രമേയം, അതിന് കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു എന്താണ് ട്രീറ്റ്മെന്റ്, ഈ പറഞ്ഞ പോലെ പോയിന്റ് ഓഫ് വ്യൂ ട്രീറ്റ്മെന്റ്, പല ക്യാരക്ടേഴ്സിൽ എനിക്ക് നിൽക്കാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി, എന്നാൽ അതിനകത്തുള്ള ചാലഞ്ചസ് ഞാൻ മനസ്സിലാക്കി അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു എന്താ ഒരു സ്പേസ്, മനസ്സിലായില്ലേ? ഒരു അത് പെട്ടെന്ന് ഞാനിത് കേട്ടിട്ട് ഞാൻ നീലച്ചേട്ടാ ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമായിരുന്നു എന്നോട്. ഇല്ല, നമുക്കൊന്ന് ചെയ്ത് നോക്കാം, നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് പറ്റും, കലേഷ് ഒന്ന് കൂടെ നിന്നാൽ നമുക്കിത് പരിപാടി പിടിക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, ഇതിനൊന്ന് പ്രിപ്പയർ ചെയ്യാനൊരു സമയം കിട്ടുമോ? നമ്മളൊരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടി ഒന്ന് റിഹേഴ്സലൊക്കെ ചെയ്ത് കുറേ പ്ലോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് റീഡിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനൊരു 3 മാസം ടൈം ഉണ്ടോ എന്നൊക്കെ പറയുമ്പോൾ, എടാ ഇത് അടുത്ത മാസം ചെയ്താൽ നടക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ നടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴാണ് തുടങ്ങേണ്ടത്? ഒരു എക്സാക്ട്ലി 2 weeks ഫ്രം ദെൻ. അപ്പൊ ഞാൻ ആ ഒരു ഷൂട്ടിൽ നിന്ന് നേരെ തിരിച്ചു വരുന്നു. അതായത് ഒരു ലുക്ക് പോലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഐ ഹാവ് ടു ഗോ ബാക്ക് ടു ദാറ്റ് ഷൂട്ട്. അപ്പോൾ ആ ഷൂട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്നു. വിത്തിൻ 3 days ഞങ്ങൾ ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പം ഇതൊരു കംപ്ലീറ്റ് എക്സൈറ്റ്മെന്റിലൂടെ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. എടുത്ത് ചാടുക എന്ന് പറയില്ലേ, അതൊരു വിശ്വാസത്തോടു കൂടി. നീലേശേട്ടന് എൻ്റെ മേലുള്ള വിശ്വാസത്തിൽ എന്നെ വിളിച്ചു, ഞാൻ നീലേശേട്ടനുള്ള വിശ്വാസത്തിൽ എന്നാ പിന്നെ നമുക്ക് ചെയ്യാം. ആരാണ് നിത്യ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹന്ന റെജി. അത് നല്ല പെർഫോമർ ആണല്ലോ, ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ആ ഒരു എന്താ പരസ്പര വിശ്വാസം, അതോടുകൂടി എന്താ പറയണ്ടേ, ചിലപ്പോൾ ഒന്ന് ശരിയായാലോ എന്നുള്ള രീതിയിലുള്ള, പിന്നെ ഈ പുതുമയോടുള്ള ഒരു എക്സൈറ്റ്മെന്റ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഭാഗ്യത്തിന് ഞങ്ങളുടെ പ്രിപ്പറേഷനും ഇംപ്രവൈസേഷനും എല്ലാം സെറ്റിലായിരുന്നു. എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ടക്ക് എന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് ഓരോ പരിപാടിയിൽ പിടിക്കുക. നീലശേട്ടനും ഞാനും ഹന്നയും എല്ലാം ഒരേ പേജിൽ നിൽക്കുക, ഒരേ ഭാഷ സംസാരിക്കുക, ഞങ്ങൾക്ക് പരസ്പരം ഒരു വേവ് ലെങ്ത് സെറ്റ് ആകുക, ഇതൊക്കെ സംഭവിക്കണം. അങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഇപ്പൊ ഈ സിനിമ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. പിന്നെ ഒന്നുമില്ലേലും ഈ ലീഡ് റോൾ ചെയ്ത ഒരു സിനിമ റിലീസും കൂടി ആവണമല്ലോ. അപ്പം ഇപ്പം പറയുന്ന പോലെ ഈ ടെൻഷൻ എക്സൈറ്റ്മെന്റോട് കൂടി ഒരു വലിയ റിലീഫും കൂടി ഉണ്ട്. ഒരു സൈ ഓഫ് റിലീഫാണ് ഇപ്പോൾ സത്യത്തിൽ. കാരണം ഇതിന്റെ പ്രൊഡക്ഷനിലും കുറെ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. സിനിമ എന്താ പറയണ്ടേ, സിനിമ എടുത്ത് തീർന്നതിന് ശേഷവും കുറെ ഡിലേസും കാര്യങ്ങളൊക്കെ, ഫസ്റ്റ് ടൈം പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന ഡിലേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഒന്നും വേറൊരു സിനിമ എടുക്കാതെ നമ്മൾ ഇതൊന്ന് വരട്ടെ, ഇത് നന്നാവും, ഇത് നമുക്കൊന്ന് ഇറക്കാം എന്നുള്ള രീതിയിൽ ഞാനും നീലേശേട്ടനും ത്രൂ ഔട്ട് ഇതിൽ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ഇതൊന്നും നമുക്ക് റിലീസ് ചെയ്യാം, അത് റിലീസ് ചെയ്തിട്ട് ബാക്കി നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇതിന്റെ പുറകെ നിന്നത് കൊണ്ട് ഇപ്പോൾ ഫൈനലി March 6th റിലീസാണ്. സോ ഇറ്റ്സ് എക്സൈറ്റ്മെന്റോട് കൂടി ഒരു റിലീഫും കൂടി ഉണ്ട്. അർജുൻ, ഈ ആളെ കൈ കിട്ടിയിട്ട് ചോദിക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഫേസസിന് ശേഷം നെക്സ്റ്റ് ആസ് എൻ ആക്ടർ വരുന്നത് തുടക്കം എന്ന പടത്തില്. അതിലിപ്പോ കഴിഞ്ഞു, അതിന്റെ ഷൂട്ട് പരിപാടികൾ കഴിഞ്ഞു, അതിലൊരു ക്യാരക്ടർ റോളും ചെയ്യുന്നുണ്ട്. എന്താണ് തുടക്കത്തിന്റെ പരിപാടികൾ? അതിന്റെ വലിയ ഇൻഫർമേഷൻ പുറത്തില്ല, പോസ്റ്റേഴ്സ് മാത്രമേ പുറത്തുള്ളൂ. എനിക്കും അർജുന്റെ ക്യാരക്ടറിന്റെ എന്റെ ക്യാരക്ടറെ പറ്റി മാത്രമേ എനിക്കും കുറച്ചൊക്കെ അറിയുള്ളൂ. ഞാൻ ഒരിക്കലും ആ സിനിമയെ പറ്റി എന്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. ജൂഡേട്ടന്റെ ഒരു വേ ഓഫ് മേക്കിംഗ് അങ്ങനെ തന്നെയാ. എടാ നിന്റെ പരിപാടി ഈ സാധനം കേട്ടോ, നീ ഈ സാധനം ചെയ്തോ. അപ്പോൾ കൂടുതൽ നമ്മളും ചോദിച്ചിട്ടില്ല, കാരണം അത് കുറച്ച് എക്സ്ക്ലൂസിവിറ്റി കീപ്പ് ചെയ്യേണ്ടതാണെന്ന് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ് എന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട്. വേറെ ഇടയിൽ സുഹൃത്തുക്കളൊക്കെ ഉള്ളത് കാരണം സിനിമയുടെ ഇടയിൽ തന്നെ ആ 100 പേരിൽ എന്തായാലും കുറെ കാലമായ കാരണം കുറച്ച് പേരെയൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പൊ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കും, അപ്പൊ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ കിട്ടും എന്നല്ലാതെ പ്രോപ്പർ ഐഡിയ എനിക്കില്ല. പക്ഷെ ഒരു ത്രില്ലറൊക്കെ തന്നെയാണ് പരിപാടി, അത് ഏകദേശം മനസ്സിലാവുമായിരിക്കാം. അതിൽ കൂടുതൽ എനിക്ക് പറയാനുള്ള ഒന്നുമില്ല. അർജുന, ഇപ്പൊ ഈ ഫേസസിൽ എത്തിയ പോലെ അതിലേക്ക് എങ്ങനെ എത്തുന്നത് ശരിക്കും ആസ് ആൻ ആക്ടർ? ഇപ്പൊ ജൂഡേട്ടൻ വിളിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ സാറാസ് എന്ന് പറയുന്ന ഒരു മൂവിയിൽ ജൂഡേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. സോറി, ജൂഡേട്ടൻ എന്നെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അതിനുശേഷം ഞാൻ എപ്പോഴും പറയുന്ന എല്ലാ ഡയറക്ടേഴ്സിനോടും ഞാൻ പറയുന്ന ഒരേ വാചകമാണ്, ഒരു ചായ അടിക്കണ സീനുകളുണ്ടെങ്കിൽ തന്നോട്ടാ എന്ന് പറയുന്നൊരു സാധനം. ഇതെല്ലായിടത്തും പറയും, ചേട്ടാ ഒരു സീനാണെങ്കിലും വിളിക്കണോട്ടാ, വിളിക്കാതിരിക്കരുത് എന്ന് പറയും. അങ്ങനെ എപ്പോഴും ഏത് സിനിമ തുടങ്ങുമ്പോഴും ജൂഡേട്ടനെ വിളിച്ചുകൊണ്ടേയിരിക്കും. പല ഡയറക്ടേഴ്സിനെയും വിളിക്കും, ഇദ്ദേഹത്തിൻ്റെ സിനിമ ആണെങ്കിൽ ഇദ്ദേഹത്തെയും വിളിക്കും. പക്ഷെ ജൂഡേട്ടനിൽ ഞാൻ കണ്ടൊരു ഏറ്റവും വലിയ പോസിറ്റിവിറ്റി,
മറക്കില്ല. നമ്മൾ വിളിച്ചില്ലെങ്കിലും ചിലപ്പോൾ നമ്മളെ ഓർത്ത് വിളിക്കും. അങ്ങനെ കുറച്ച് ഡയറക്ടേഴ്സ് എൻ്റെ അറിവിലില്ല. എടാ ഒരു പരിപാടി ഉണ്ട് ബാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന, സാറാസിലേക്ക് പോലും വിളിച്ചത് അങ്ങനെയാണ്. സാറാസിന് മുന്നേ ഞാൻ ജൂഡേട്ടൻ്റെ കൂടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, മറ്റൊരു കടവിൽ എന്ന് പറഞ്ഞിട്ട് ജൂഡേട്ടൻ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, സ്വാസികയുടെ കൂടെ. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ജൂഡേട്ടന്റെ ഫ്രണ്ട് ആയിട്ട് ആ ക്യാരക്ടറാണ്. അതെ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലൊരു ഒരു സൗഹൃദം വരുന്നത്. ശേഷം എന്നെ കറക്റ്റായിട്ട് വിളിക്കും കേട്ടോ, ദൈവം സഹായിച്ചു. ഞാൻ 2018 ചോദിച്ചായിരുന്നു, പക്ഷെ പകുതി ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ എന്തൊക്കെ ഒരു പ്രോസസ്സിൽ നിന്നിട്ടാണ് പിന്നീട് ഇടയ്ക്ക് നിർത്തി വെച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അതിനകത്ത് ഓൾറെഡി തുടങ്ങി ഒന്നുമില്ല, എല്ലാത്തിലും ചോദിക്കണമല്ലോ, ചോദിച്ചാലല്ലേ മുന്നേ കിട്ടുമെന്ന് പറയുന്ന പോലെ ഞാൻ ആ പരിപാടി എപ്പോഴും കീപ്പ് ചെയ്യുന്നത് കൊണ്ട് അത് കിട്ടിയില്ല. ബാക്കി ദൈവം സഹായിച്ച് 2 സിനിമകളിലും ജൂഡേട്ടൻ എന്നെ പ്രോപ്പറായിട്ട് വിളിക്കും. അതൊരു വലിയ നന്ദിയാണ് പുള്ളിയോടുള്ള. ഇനി ഒരൊറ്റ കാര്യമുണ്ട്, ത്രില്ലർ എന്ന് പറയുന്നത് തന്നെ പ്രശ്നമാണ്. എന്നെ തെറി വിളിച്ച് പുള്ളി കൊല്ലും. അറിയാലോ ആണല്ലേ? അതിന്റെ ടൈറ്റിൽ ഡിസൈനിലൊക്കെ കുറച്ച് എലമെന്റ്സ് ഒക്കെ അത് ത്രില്ലർ എന്നുള്ള വിവരങ്ങള് മറ്റേ ന്യൂസ് റിപ്പോർട്ട്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അല്ല, നീ ഇത് പറ, വിസ്മയുടെ കൂടെ അഭിനയിച്ച ആ എക്സ്പീരിയൻസ്. അപ്പൊ എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ വിസ്മയുടെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ സീൻസ് ആണ് 2-3 വരുന്നത്. അത്ര തന്നെ ഉള്ളൂ എനിക്ക് ആ സിനിമയിലുള്ളത്. പക്ഷെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഈവൻ നമ്മളെല്ലാവരും എന്താണ് മോഹൻലാലിന്റെ മകൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആളുടെ സിനിമ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെ ഞാനും ചെല്ലുന്നത്. നമ്മൾ ആ റെസ്പെക്റ്റോട് കൂടി തന്നെ അവിടെ ചെല്ലുമ്പോഴേയും അടിപൊളി ക്യാരക്ടറാണ്. 2-3 പേരെൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന്. ഞാൻ പറയും അടിപൊളി ക്യാരക്ടറാണ്. ഇത്രയും ഒരു ഇപ്പൊ ഇദ്ദേഹം മകൻ്റെ കൂടെ അഭിനയിച്ചു, പ്രണവൻ്റെ കൂടെ അഭിനയിച്ചു, ഞാൻ മോളുടെ കൂടെ അഭിനയിച്ചു. ഞങ്ങൾ 2 പേരും സംസാരിക്കുമ്പോൾ പോലും പറയുന്ന ഒരേ സാധനമുള്ളൂ, ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിന് താഴത്തേക്കില്ല, ഇനി കുഴിച്ച് താഴത്തേക്ക് വേണം. അത്രയും ഡൗൺ ടു എർത്താണ് 2 പേരും. ചേട്ടൻ പറയുമ്പോൾ എനിക്കും അദ്ദേഹത്തെ പറ്റി മനസ്സിലായത്, ഞാൻ പറയുമ്പോൾ ചേട്ടനും വിസ്മയെ പറ്റി മനസ്സിലായത്. ഭയങ്കര രസമാണ് കേട്ടോ. അവര് ഫുൾ ഫാമിലി തന്നെ അങ്ങനെ തന്നെയാണ്. അവര് നമ്മളെ കംഫർട്ട് ആക്കുക, ഇങ്ങോട്ട് വന്ന് സംസാരിക്കുക. നമ്മൾ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിന്നാൽ പോലും നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ ഐസ് ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് അവരുടെ ഫാമിലിയിൽ തന്നെ. ലാലേട്ടനാണെങ്കിലും മക്കൾക്കാണെങ്കിലും നല്ല എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് ആളും അതിനകത്ത് നിൽക്കുന്നത്. ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള പല എഫേർട്സ് എടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു കാണുന്നു തോന്നുന്നു. അതിനുള്ള ഫലങ്ങൾ കാണാനുള്ള എല്ലാ ചാൻസും. ലാലേട്ടൻ സെറ്റിലുണ്ടായിരുന്നു. അടുത്തത് പിന്നെ ശരി എന്നാ. ഈ ഫേസസിന്റെ മറ്റൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഗോപി സുന്ദർ ആണ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നത്. BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും സോങ്സ് ഇനിയിപ്പോൾ റിലീസിന് ഒരുങ്ങുന്നു. എങ്ങനെയാണ് ഗോപിയേട്ടനിലേക്കുള്ള ഒരു കൊളാബറേഷൻ, അതിന്റെ ഔട്ട് വന്നത്, അത് കണ്ടൊരു അനുഭവം അവസാനം? ഗോപിചേട്ടൻ എനിക്ക് കുറെ നാളായിട്ട് അറിയാം. ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയം മുതൽ ഗോപിചേട്ടൻ പണ്ടൊക്കെ ഞാൻ എടുത്ത ഫോട്ടോസൊക്കെയാണ് പുള്ളി പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പൊ അന്ന് മുതൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഫിലിമിന് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. എല്ലാ ഫിലിമിനും വേണം, ബട്ട് നമുക്ക് എസ്പെഷ്യലി ഞാൻ ഗോപിചേട്ടൻ്റെ ഒക്കെ ഭയങ്കര ഫാനാണ്. പണ്ട് മുതലേ പുള്ളിയുടെ ഒക്കെ ഒരു പ്രൈം ടൈമിൽ പുള്ളീനെ ബീറ്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല മലയാളത്തിൽ ആ സമയത്തൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് പുള്ളീനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, അതായത് ആ ഒരു രീതിയിൽ നമ്മുടെ സിനിമയ്ക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പുള്ളി ഭയങ്കര ഓപ്പൺ ആയിരുന്നു. ഞാനിങ്ങനെ ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്തു, അപ്പോൾ പുള്ളി വാ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. സിനിമ ആക്ച്വലി നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് പുള്ളിനെ മീറ്റ് ചെയ്യുന്നത്. ഈവൻ സോങ്സ് പോലെ അതിന് ശേഷമാണ് നമ്മൾ സോങ്സ് പുള്ളി അതിന് ശേഷം ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ സോങ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് ഞാൻ കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണിച്ച് ഒരു റഫ് കട്ടൊക്കെ കാണിച്ചിട്ടാണ്. അപ്പോൾ പുള്ളി ഇന്നായി ഓൾമോസ്റ്റ്. പുള്ളി പറഞ്ഞു നമുക്ക് ചെയ്യാടാം എന്നുള്ള രീതി. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പെട്ടെന്നായിരുന്നു. പിന്നെ പുള്ളി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇത് തിയേറ്ററിൽ കാണുമ്പോൾ അത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ് ഇപ്പൊ നമ്മൾ നാളെ ഒരെണ്ണം റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു സോങ്ങും കൂടി ഉണ്ട്, അത് റിലീസിന് ശേഷമായിരിക്കും. ബട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആസ് സച്ച് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ട്രെയിലറിന്റെ കമന്റ്സിൽ തന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഗോപിചേട്ടന്റെ ഒരു കംബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പക്ഷെ പുള്ളി ഇപ്പൊ റീസെന്റ് ചെയ്തിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക് ആണെന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സെയിം ഹിയർ. ഞങ്ങൾ 2 പേരുമാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ കണ്ടിട്ടുള്ള സിനിമ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രിവ്യൂ കാണുമ്പോൾ ആ തിയേറ്റർ സ്പേസിൽ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയ്ക്കുള്ളിലുള്ള പ്രിവ്യൂ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ പുള്ളി നല്ലപോലെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. സീൻസും ആ ഒരു ഇമോഷൻസും എല്ലാം തന്നെ അത് അത്രയും സ്കോപ്പും ഉണ്ട്. അത് അറിഞ്ഞ് ചെയ്തിട്ടുണ്ട്.
പുള്ളിക്കാരൻ അത് പിന്നെ ഇപ്പൊ കറക്ഷൻസ് ഒക്കെ പറയുവാണെങ്കിലും പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ആളൊരു വർക്ക് ചെയ്തിട്ട്. പക്ഷെ പുള്ളി അതില് ഓപ്പൺ ആയിരുന്നു. ഇപ്പൊ പുള്ളി ആദ്യം ചിലപ്പോ അത് ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പുള്ളി അത് ചെയ്തു തരും. അപ്പോ ഈവൻ ഈ ട്രെയിലറിൽ പോലും 1-2 ചെറിയ കറക്ഷൻസ് ഒക്കെ പറഞ്ഞത് ഇല്ലടാ അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോലും പുള്ളി പക്ഷെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് അങ്ങനത്തെ ചെറിയ ചെറിയ സർപ്രൈസ് ഒക്കെ തന്നിട്ടുണ്ട്. അത് ഞങ്ങളും വെയിറ്റിംഗ് ആണ്. അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. വിത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ ഫിലിം കാണുന്നത് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. 6-ാം തീയതി അതിപ്പോ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ നേരെ സംസാരിച്ചവരെ എല്ലാവരുടെയും ഫേസസ് ഈ സിനിമയിലൂടെ ഒരു നെക്സ്റ്റ് ലെവലപ്പ് എന്നുള്ള രീതിയിലായിട്ട് എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു താങ്ക് യു സോ മച്ച്.